ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ കച്ചവടം മുഴുവൻ പൂട്ടിച്ചു നിങ്ങൾ, ഈ ഇരിക്കണം നിങ്ങളാണ് പൂട്ടിച്ചത്. അതിന് പിന്നിൽ നിന്ന് ഈ പറയുന്ന UDF-ൻ്റെ ആളുകളാണ്. കോടതിയിൽ മുഴുവൻ എൻ്റെ സ്വത്ത് മുതലുകൾക്ക് മുഴുവൻ നിങ്ങൾ കേസ് കൊടുത്തു. ഇന്ന് ഞാൻ കേസിൽ നടത്തി ഓരോന്നും ഊരി വരികയാണ്. അന്ന് അവരെന്താ വിചാരിച്ചത്? എന്നെ അങ്ങോട്ട് പ്രതിരോധത്തിലാക്കിയാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി ഓലെ കൂടെ തിരിച്ചില്ലെന്ന്. അന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. തോമസുട്ടി ഡേറ്റ് വേണമെങ്കിൽ തരാം, പരിശോധിച്ച് നോക്ക്. അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും. ഒരു കുമ്പിൾ കഞ്ഞിയും ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും. എന്നെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് പൊന്നാര പ്രതിപക്ഷ നേതാവേ നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ എപ്പോഴും പറയാനുള്ളത്. ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറത്ത് ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. ഇത് എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല. എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എൻ്റെ കാല് പിടിച്ച ആ IPS 25 കൊല്ലം എൻ്റെ അടിമയാകാമെന്ന് പറഞ്ഞാൽ ഓനെ കുട്ടി 4 IPS കുട്ടി എനിക്ക് നടന്നാൽ മതിയായിരുന്നു. സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു. ഇതെല്ലാം ത്യജിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കണം, മനസ്സമാധാനമായി കിടന്നുറങ്ങണം. മനുഷ്യൻ്റെ അവസാന അത്താണ് ആ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു സഹോദരി ഓടി ചെല്ലുമ്പം നീ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ ക്രിമിനലിസം ഇവിടെ വരുന്നുണ്ട്. അതിനെ എതിർക്കാനാണ് ഇറങ്ങിയത്. ഒരാളും ചുക്കും ചെയ്യില്ല. അങ്ങനെ വിചാരിക്കും വേണ്ട നിങ്ങൾ. എനിക്ക് അങ്ങനെ തകരുന്ന മനോവീര്യമല്ല. എൻ്റെ മനോവീര്യം മഞ്ഞുകട്ടുകൊണ്ട് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മനസ്സിലായോ? ഞാൻ തീയിൽ ജനിച്ചാ അതിവിടെ ഈ വെയിലത്ത് പാടും നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ എന്നെ 3-4 കൊല്ലം മുമ്പ്. നിൽക്കാതെ എറിയില്ലായിരുന്നു. നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു. എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ അടിത്തറ ബലപ്പെടുത്തി. ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളുണ്ടായപ്പം മലപ്പുറത്ത്. ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു വരും നിങ്ങളുടെ മുമ്പിലാണ്. അന്ന് ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാനൊന്നിതായിപ്പോയി. അന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരണം കക്കാടംപൊയിൽ. ഈ വെള്ളം തടുത്ത് നിങ്ങൾ നോക്കണം. അവിടുത്തെ SC അവിടുത്തെ ട്രൈബൽസുമായി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അവർ സത്യം നിങ്ങളോട് പറയുന്ന പറഞ്ഞപ്പോൾ അന്ന് മായശില്ല. നമ്മളോട് ലോകിലൊക്കെ പറഞ്ഞു, പൊന്നാര MLA ഞങ്ങളവിടെ വന്നിട്ട് എന്താ കാര്യം? സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പറയണ്ടേ? ഞാൻ പറഞ്ഞു ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്കൊരു ബസ് എടുത്ത് പോകാമെന്ന്. ഉണ്ടായില്ല. അന്ന് PVN എന്ത് ചെയ്തു പറയും, പക്ഷേ അതുവരെ ഇങ്ങനെ വിഷമായിരുന്നു. ഈ വാർത്ത ഇങ്ങനെ വരുമോ അവിടെ മാന്തി ഇവിടെ മാന്തി അവിടെ തിരക്കി ഇവിടെ തിരക്കി പറയുമ്പോൾ ഒരു ഇടങ്ങറല്ലേ. പണ്ടാറടക്കി ആദ്യമായിട്ട് ഒരു MLA ആയതാ. മനുഷ്യൻ്റെ മുമ്പിൽ വഷളാകുമല്ലോ. അന്ന് PVN തീരുമാനിച്ചു, നിങ്ങളുണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം എപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം. നമുക്ക്